കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വിശുദ്ധന്മാർക്ക് വന്ദനം. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. അപ്പോസ്തലന്മാരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിവരെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജകീയ പുരോഹിതവർഗം. പത്രോസ് എഴുതിയ 1-2 വാക്യം. അതിൽ 7 വിധത്തിലുള്ള ആടുകൾ ആത്മീയഗോളത്തിലുണ്ട് എന്ന് നമ്മൾ സവിസ്തരം പഠിച്ചു. 7 വിധത്തിൽ ഉള്ള ആടുകൾ തിരുവചനത്തിൽ ഉണ്ട്. അതിൽ അവസാനമായി 7ാമത്തെ വിധത്തിൽ ഉള്ള ആടുകൾ കൊമ്പുള്ള ആട്ടുകൊറ്റനാണ്. ദാനിയേൽ പ്രവചനം 8:3. അവരുടെ സ്വഭാവങ്ങൾ 8:6 ഉഗ്രകോപത്തോടെ പാഞ്ഞു വരും. 8:7 അവർ ക്രുദ്ധിക്കും, ഇടിക്കും, തകർക്കും. 8:20 യവന രാജാവായിരുന്ന അലക്സാണ്ടറിന് തുല്യരായി അവർ നടക്കും, സകലത്തെയും പിടിച്ചടക്കിക്കൊണ്ട്. ഒരു സഭയിൽ പ്രസിഡന്റ് ഒഴികെ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും കമ്മിറ്റി മെമ്പറും പിന്നെ അവിടുത്തെ എന്തെല്ലാം യോഗങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം തലയ്ക്കൽ പുള്ളി തന്നെ വേണം എന്നുള്ള രീതിയിൽ നടക്കുന്നവരാണ് ഈ കൊമ്പുള്ള ആട്ടുകൊറ്റൻ. അവർ പറയുന്നത് പോലെ സഭ നടന്നില്ലെങ്കിൽ എല്ലാം തീർന്നു. അവരില്ലെങ്കിൽ ലോകം തന്നെ ഇടിഞ്ഞു വീഴുമെന്നാണ്, ആകാശം മുഴുവൻ ഇടിഞ്ഞു വീഴുമെന്നാണ് അവരുടെ ഉദ്ദേശം. പോകട്ടെ, അവരോടുള്ള ഉപദേശമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നത്. 75 സങ്കീർത്തനം 4 വാക്യത്തിൽ ഡംഭം കാട്ടരുത്, കൊമ്പുയർത്തരുത് ദൈവകൽപ്പനയാണ്. 75:5 ദൈവം തന്ന കൊമ്പ് ദൈവത്തിന് നേരെ പോലും ഉയർത്തുന്നവരുണ്ട്. വേണ്ടി വന്നാൽ ദൈവത്തെ പോലും അവർ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളയും. സഭായോഗം നടത്തേണ്ടതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സഭ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച പോലെ അവർ കൊടുത്തു എന്ന് പറഞ്ഞ് കഥ കടച്ചിട്ട് പോകുന്ന കോലാട്ടുകൊറ്റന്മാർ ആത്മീയ കോളത്തിലുണ്ട്. ഞാൻ പറയുന്നത് എന്തും നടന്നിരിക്കണം, ഞാൻ പറയാത്തത് നടക്കരുത്. ദൈവം തന്ന കൊമ്പ് ദൈവത്തിന് നേരെ ഉയർത്തരുത്. ലൂസിഫറും ഇത് തന്നെയല്ലേ ചെയ്തത്? യെശയ്യാവിൻ്റെ പ്രവചനം 14-12 വാക്യം മുതൽ താഴോട്ട് വായിച്ചു കൊണ്ടാൽ മതി. അത് ആലങ്കാരിക പ്രയോഗത്തിൽ ബാബിൽ രാജാവായിരുന്ന നെബൂഖദ്നേസറിനോട് പറയുന്ന ദൂതായി തോന്നാം. അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും അഹങ്കാരിയും അഹംഭാവമുള്ളവനും നെബൂഖദ്നേസർ ചക്രവർത്തിയാണ്. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ മുഖാന്തരമായി എടുത്തത്. 75 സങ്കീർത്തനം 6 വാക്യം ഉയർച്ചയ്ക്കായി, അതായത് പ്രമോഷന് വേണ്ടി കാത്തിരിക്കുക. സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തും. ദയവേത് ആനുവൽ മീറ്റിംഗ് വരുമ്പോൾ ഇത്തവണ സെക്രട്ടറി പോസ്റ്റ് എനിക്ക് വേണമെന്നും പറഞ്ഞ് അതിനുവേണ്ടി നെറ്റ്വർക്ക് ഒന്നും നടത്തരുത്. നിങ്ങൾക്കാണ് അത് ദൈവം അനുവദിച്ചിരിക്കുന്നതെങ്കിൽ എതിരില്ലാതെ നിങ്ങളെ ആ ഭാഗത്തേക്കും ആ സ്ഥാനത്തേക്കും കൊണ്ടുവരത്തക്കവണ്ണം ദൈവം മുഖാന്തരം ഒരുക്കും. പത്രോസിൻ്റെ 1 ലേഖനം 5-6 വാക്യം വായിച്ചു നോക്കിയാൽ മതി. ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ ആരെയും താഴ്ത്താനായിട്ട് നോക്കരുത്. താണിരുന്നാൽ ദൈവം ഉയർത്തും. ഒരു മനുഷ്യൻ ഒരുവനെ ഉയർത്തിയാൽ അവൻ്റെ കൈപ്പൊക്കത്തിൽ മാത്രം ഉയർത്തും. ദൈവം ഒരുവനെ ഉയർത്തിയാലോ, ഫിലിപ്പിയർക്ക് എഴുതിയ 4 എഴുതിയിട്ടുണ്ട്, ദൈവപുത്രനായ ക്രിസ്തു തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തിയതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി, സ്വർഗത്തോളം ഉയർത്തി. ഏതുയർച്ചയാണ് നമുക്ക് ആവശ്യം? ഇവിടെ ഉയർത്തപ്പെട്ട് താഴ്ത്തപ്പെടുന്നതിനേക്കാൾ ദൈവം ഉയർത്തി ഒരിക്കലും താണു പോകാതെ വണ്ണം ഒരേ രീതിയിൽ ഇരിക്കുന്നതല്ലേ നല്ലത്. ഉയർച്ച വരുന്നത് ദിശകളിൽ നിന്നല്ല, ഉയർച്ച വരുന്നത് അത്യുന്നതനായ ദൈവത്തിൽ നിന്നാണ്. ഉദാഹരണത്തിൻ്റെ മകുട ഉദാഹരണം ദൈവപുത്രനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന വേദഭാഗം നിങ്ങൾ തന്നെ വായിച്ചുകൊള്ളുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-5 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവേശുവിലുള്ള മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, പാപമല്ല. Let the mind of Jesus Christ be in you, which was also in Jesus Christ. ഭാവം വേണ്ട കേട്ടോ. അത് സിനിമശാലകളിലും ബോളിവുഡിലും ഹോളിവുഡിലും ഭാവിക്കുന്നവരുണ്ട്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കരുത്. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കർക്കശമായ ഉപദേശമാണ്. മനസ്സ് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 20 28 വാക്യം
ഇടയന്മാർ തങ്ങളെ സ്വയമായും ദൈവപുത്രൻ തൻ്റെ രക്തത്താൽ സമ്പാദിച്ച നിങ്ങളെ മേയ്ക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മുഴുവനുമായും, നിങ്ങളെ സ്നേഹിക്കുന്നവരെയും ബഹുമാനിക്കുന്നവരെയും മാത്രമല്ല, നിങ്ങളുടെ സഭകളിൽ ദൈവം തമ്പുരാൻ ആക്കി വച്ചിരിക്കുന്ന സകല ആട്ടിൻകൂട്ടത്തെയും, ഏത് വിധത്തിൽപ്പെട്ട ആടുകളായാലും, നേരത്തെ നമ്മൾ കണ്ട 7 വിധത്തിൽപ്പെട്ടവരും ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ സഭയിൽ കാണാം, സൂക്ഷിച്ചുകൊള്ളണം. ടേക്ക് ഹീഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൊസക്കേറ്റെ എന്ന പദമാണ്. പേ അറ്റൻഷൻ. അപ്പോസ്തലപ്രവൃത്തി 20-29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഇടയന്മാർ സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ. രാജകീയ പുരോഹിത വർഗമെന്ന നാമത്തിൽ ദൈവത്താൽ ആക്കപ്പെട്ടിരിക്കുന്ന ഇടയന്മാർ സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് 28 വാക്യം, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. പൗലോസ് തിമോഥെയോസിന്റെ 1 ലേഖനം 4 വാക്യത്തിൽ എഴുതി, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക, എന്നാൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവനെയും രക്ഷിക്കും. നിങ്ങളെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലായി പോകും കേട്ടോ. 28 വാക്യം, ദൈവത്തിന്റെ സഭയെ സൂക്ഷിക്കണം. ഫസ്റ്റ് കീപ് യുവർ സെൽഫ്, ദെൻ കീപ് ദ ചർച്ച് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സഭയെ സൂക്ഷിക്കുക. എന്താ കാരണം? ഒരു മുന്നറിയിപ്പ് തരികയാണ്. ചേതാവണി ദേത്താ ഹെ. എന്താണ് ആ ചേതാവണി? എ വാർണിംഗ്. ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വന്ന് വിപരീത ഉപദേശം പ്രസ്താവിച്ച് ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം. ബി വിജിലന്റ്. ബി ഗ്രിഗോറിയോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രിഗോറിയോസ്, അത് ചില ബിഷപ്പന്മാർക്കൊക്കെ ഉള്ള പേരാ, ഗ്രിഗോറിയോസ് എന്നും മറ്റും അല്ല. വിശ്വാസകോളത്തിൽ ഏത് വിശ്വാസിയും ഗ്രിഗോറിയോസ് ആണ്. എന്ന് പറഞ്ഞാൽ ജാഗ്രതയുള്ളവരായിരിക്കുക, കള്ളൻ കയറാതെ. ATM ഒക്കെ വാതുക്കൽ ഒരു കാലി തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ ചില വ്യക്തികൾ. വലിയ വലിയ ബാങ്കുകളുടെ വാതുക്കൽ നിൽപ്പുണ്ടല്ലോ ചില വ്യക്തികൾ. അവര് രാവും പകലും ഡ്യൂട്ടി ടൈം മാറ്റി നിൽക്കുന്നു, കാരണം കള്ളന്മാര് കയറാതിരിപ്പാൻ. പത്രോസിന്റെ 1 ലേഖനം 5 വാക്യം, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കണം. സ്വന്തം ആട്ടിൻകൂട്ടത്തെ മേയിച്ചാൽ മതി. അടുത്തുള്ള ആട്ടിൻകൂട്ടത്തെ മേയിക്കാനും സ്വന്തം വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ നോക്കാതെ അയലത്തുള്ള ഇടയന്റെ ആട്ടിൻകൂട്ടത്തെ നോക്കി മേയിക്കാനും നടക്കരുത്. IPC-കാർ ചർച്ച് ഓഫ് ഗോഡിലും, ചർച്ച് ഓഫ് ഗോഡ് അസംബ്ലീസ് ഓഫ് ഗോഡിലും, അസംബ്ലീസ് ഓഫ് ഗോഡുകാർ മറ്റ് സഭകളിലുമുള്ള വിശ്വാസികളുടെ വീട് നോക്കി അവരെ നോക്കാൻ നടക്കണ്ട. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. ആട്ടിൻകൂട്ടത്തെ മേയിക്കണം. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം, മനഃപൂർവമായി. പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 9 16 വാക്യം. സുവിശേഷം അറിയത്തില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെ. പാല് തന്നാലും തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ആടുകളെ വളർത്തും, ആടുകളെ തീറ്റും. എനിക്ക് അനുകൂലമായ ആട് നിന്നാലും നിന്നില്ലെങ്കിലും. പ്രിയരെ, ഇടയശ്രേഷ്ഠൻ വരുമ്പോൾ നിങ്ങൾ നിർബന്ധത്താലും ദുരാഗ്രഹത്താലും അല്ലാതെ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് പത്രോസിന്റെ 1 ലേഖനം 5 എഴുതിയിട്ടുണ്ടല്ലോ. ഇടയന്മാർ ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിരിക്കരുത്. നോട്ട് ബീങ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ ലോഡിങ് ഓവർ. കത്താക്കൂറിയോന്തേസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. കറ്റാക്കൂറിയോന്തേസ്. ഭരിക്കുന്നവരരുത്, മേയ്ക്കുന്നവരാകണം. ഓടിക്കുന്നവരാകരുത്, നടക്കുകയും നടത്തുകയും ചെയ്യുന്നവരായിരിക്കണം. കർത്തൃത്വം നടത്തരുത്. കൂറിയോസ് എന്ന പദത്തിന്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവനെന്നാണ്. അതുകൊണ്ട് ഒരു കർത്താവേ ഉള്ളത്, കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവ് ഭരിക്കട്ടെ. നമ്മൾക്ക് തന്നിരിക്കുന്ന ആടുകളെ മേയ്ക്കുക, തീറ്റുക, പരിപാലിക്കുക. അധ്യക്ഷത ചെയ്താൽ മതി, ഓവർസൈറ്റ് ചെയ്യണ്ട. ഇപ്രകാരമുള്ള ഇടയന്മാരെയും ആട്ടിൻകൂട്ടത്തെയും ഇടയശ്രേഷ്ഠൻ വന്ന് ഒരു ദിവസം ഒരാട്ടിൻകൂട്ടം ആക്കി ഒരിടയനായി ശുശ്രൂഷ നിവർത്തിക്കും. ലക്ഷോപലക്ഷം ഇടയന്മാർ
കോടിക്കണക്കിന് ആടുകൾ കാലാകാലങ്ങളിൽ ഈ 2000 കൊല്ലങ്ങൾ കൊണ്ടും പല ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും നടത്തി മരിച്ചടക്കപ്പെട്ട് വിശ്രമത്തിന് പോയിരിക്കുന്നവരുണ്ട്. ഇവരെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഒരു ആട്ടിൻകൂട്ടമാക്കും. ഓർക്കുമ്പോൾ എത്ര സന്തോഷമാണെന്നറിയാമോ? ആ ഒരു മഹാസമ്മേളനം മധ്യാകാശത്തിൽ നടക്കുമ്പോൾ ഒരേ ഒരു ഇടയൻ, ഇടയശ്രേഷ്ഠൻ, ഒരേ ഒരു ഇടയൻ, പ്രധാന ഇടയൻ വന്ന് തൻ്റെ ഹിതപ്രകാരം ഇവിടെ ശുശ്രൂഷകന്മാരായ നല്ല ഇടയന്മാരെ കൂട്ടി പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസം. അന്ന് മാതൃക ഇടയന്മാർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താകുന്നു എന്ന് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഇവിടെ റൈറ്റ് റവറൻഡോ, മോസ്റ്റ് റവറൻഡോ, ഹിസ് എമിനന്റോ, സെന്ററോ, മേഖലയോ, അല്ലെങ്കിൽ സ്റ്റേറ്റോ, അന്തർദേശീയ സെക്രട്ടറിയോ, ട്രഷററോ ആയിരുന്നാലും ശരി, മാതൃകയോടുകൂടിയല്ല ശുശ്രൂഷിച്ചതെങ്കിൽ അന്ന് അവിടെ വരുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം കിട്ടുകയില്ല. വട്ടപൂജ്യം ലഭിച്ചിട്ട് ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ മാത്രം നിൽക്കും, നിത്യലജ്ജയും നിത്യനിന്ദയും പ്രാപിച്ചുകൊണ്ട്. ഇത് ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിൽ ദൈവപുത്രൻ ദാനിയേലിൽ കൂടെ ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു പ്രബോധന വാക്യമാണ്. ക്രൗണിങ് ദ ഗ്ലോറി ദാറ്റ് ഫെയ്ഡത്ത് നോട്ട്. സ്റ്റെഫാനോസ് അല്ലെങ്കിൽ ഡയാഡം എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ വാടാത്തതെന്ന് കൊടുത്തിരിക്കുന്ന പദം അമാറഷ്യോൺ എന്നാണ്. അമറാൻഷ്യോൻ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലാവ് പറ്റുകയില്ല. എന്താ കാരണം എന്നറിയാമോ? ഇന്നത്തെ ഏത് ലോഹം ഈ ലോകത്തിൽ വെച്ചാലും ഒന്നുകിൽ തുരുമ്പിക്കും, അല്ലെങ്കിൽ ക്ലാവിക്കും, അല്ലെങ്കിൽ തേജസ് നഷ്ടപ്പെടും. എന്താ കാരണം? വായുവിൽ പറ്റിയിരിക്കുന്ന മലിനതയാണ് കാരണം. എന്നാൽ ദൈവമക്കൾ മധ്യാകാശത്തിൽ വരുമ്പോൾ അവിടെ മാലിന്യമില്ലാത്ത അന്തരീക്ഷമാകയാൽ എത്ര വർഷം അവിടെയും ഈ ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് വിശുദ്ധീകരിക്കുന്നതാകയാൽ ഇവിടെയും ഉള്ള വായുമലിനം, പൊല്യൂഷൻ എല്ലാം മാറപ്പെടുന്നതാകയാൽ എല്ലാ ദോഷവശങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതാകയാൽ എത്ര ആയിരം വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ തേജസ്സിൻ്റെ വാടാത്ത കിരീടമുണ്ടോ അതിൽ ഒരു ബ്ലീച്ചിങ് സാധനം ഇട്ട് അതിൻ്റെ കറയോ വാട്ടവോ മാറ്റുവാൻ ആവശ്യമില്ലാത്തവണ്ണം തേജസ്സുള്ളതായിരിക്കും എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഇടയന്മാർക്കുള്ള ബുദ്ധി ഉപദേശം, രാജകീയ പുരോഹിതവർഗമാകുന്ന ദൈവസഭയെ പരിപാലിപ്പാൻ ദൈവമാക്കിയിരിക്കുന്ന ഇടയന്മാർക്കുള്ള ബുദ്ധിയുപദേശം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാമത്തെയും 16-ാമത്തെ വാക്യം. സ്വയം സൂക്ഷിക്കണം. ഉപദേശിക്കുന്ന ഉപദേശത്തെയും സൂക്ഷിക്കണം. ആ ഉപദേശത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഇറങ്ങിയ കാലത്ത് ശുഷ്കാന്തിയോടുകൂടെ ഉപദേശിച്ച ആ ഉപദേശം പ്രായമായി പലയിടങ്ങളിലും പല വ്യക്തികളുമായി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവർ പെടുത്തിയ കളങ്കിതമായ ഉപദേശത്തെ കേട്ടിട്ട് കാൽച്ചുവടുകൾ മാറ്റരുത്, അവയിൽ ഉറച്ചു നിൽക്കണം. 1-ാമത്തെ ബുദ്ധിയുപദേശമാണ്. മോനെ തിമോഥെയോസേ, നിന്നെ തന്നെ നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കണം. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഉപദേശത്തെ സൂക്ഷിക്കാത്ത ഒരു ശുശ്രൂഷകന്റെയും ശുശ്രൂഷ നിങ്ങൾ കേൾക്കരുത്. തൻ്റെ ലോക്കൽ സഭയിലും തൻ്റെ പ്രത്യേക സ്ഥലത്തിലും ഒരു നല്ല സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തി കൺവെൻഷന് കാശ് കൂടുതൽ കിട്ടുന്നിടത്ത് മറ്റ് പ്രദേശങ്ങളിൽ, ഞാൻ ആ സ്ഥലങ്ങളുടെ ഒന്നും പേര് പറയുന്നില്ല, അവിടെ ചെല്ലുമ്പോൾ അവരെ പ്രസാദിപ്പിക്കേണ്ടതിന് അവിടുത്തെ സുവിശേഷം പ്രസംഗിക്കുന്ന പരിപാടി ദൈവമക്കൾ നിർത്തണം. ഒറ്റ ഉപദേശമേ ആകാവൂ, ഒറ്റ സുവിശേഷമേ ആകാവൂ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. സത്യവചനത്തെ കളങ്കിതമായി പ്രസംഗിക്കരുത്. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കണം. വേലക്കാരെന്നാണ് കർത്താവിൻ്റെ ദാസന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, ഇടയന്മാരെ കുറിച്ച്. ബിഷപ്പന്മാരെന്നല്ല, രാജാക്കന്മാരെന്നല്ല, റവറന്മാരെന്നല്ല, റൈറ്റ് റവറൻഡ്, മോസ്റ്റ് റവറൻഡ് എന്നും ഈസെമിനന്റ് എന്നുമല്ല. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, എർഗോറ്റേസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വയലിൽ തൂമ്പയെടുത്ത് കിളയ്ക്കുകയും കള പറിക്കുകയും വരുന്നിടം വരെ കൃഷിയെ പരിപാലിക്കുകയും ചെയ്യുന്ന വേലക്കാരൻ. കൂലിക്ക് വന്ന ജോലി ചെയ്യാണ്, ഒരു കാശേ കിട്ടുകയുള്ളൂ കേട്ടോ. പക്ഷേ കൊയ്ത്തിന്റെ ദിവസം ആ വേലക്കാരന് പ്രതിഫലം പ്രത്യേകാൽ കൊടുക്കും. വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ന്റെ 14.
ആരോട് പഠിച്ചുവെന്നോർക്കണം. പഠിച്ച് നിശ്ചയം പ്രാപിച്ചിരിക്കുന്നവയിൽ നിലനിൽക്കുകയും വേണം. മാറ്റി പറയരുത് കേട്ടോ. ഒരു ശുശ്രൂഷകനോടൊത്ത് പോയി ഏത് ബൈബിൾ സ്കൂളിലാണ് നീ പഠിച്ചത് എന്ന് നാട്ടുകാരെ കൊണ്ട് ചോദിപ്പിക്കരുത്. ആരാ നിന്നെ പഠിപ്പിച്ചത് എന്ന വിഷയത്തിൽ ചോദിക്കത്തക്ക ഇടവരരുത്. ഞാനൊരു കഥ ഓർക്കുന്നു. സംഗീതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ഒരു ഗുരു ഉണ്ടായിരുന്നു പൂർവ്വകാലത്ത്. വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ടാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ശിഷ്യന്മാർ നല്ലവണ്ണം പഠിച്ചു ഗുരുവോളമായി കഴിയുമ്പോൾ ശിഷ്യന്മാരെ ഗുരു പറഞ്ഞു വിടും, ഇനിയും പോയി ജീവിച്ചു കൊള്ളുക. പക്ഷേ നിങ്ങൾ പോയി ശുശ്രൂഷിക്കുന്ന ഇടത്ത് എന്തെങ്കിലും അപാകത പറ്റി അല്ലാതെയും ഗുരു ആരാണ് എന്ന് ചോദിച്ചാൽ പേര് പറയരുത്. കാരണം നിങ്ങളുടെ അപാകതപൂർണമായ പാട്ടിൽ കൂടെയും സംഗീതത്തിൽ കൂടെയും എൻ്റെ പേര് കളങ്കം വരുവാൻ സമ്മതിക്കരുത്. അങ്ങനെ പറഞ്ഞു വിടും. വിടുന്ന സന്ദർഭത്തിൽ ഒരു സംഗീത ഉപകരണവും കൊടുത്തു വിടും. ഒരു ചെറിയ ചൊരക്ക എടുത്ത് അതിന് കിഴുത്തയിട്ടിട്ട് ഒരു മുളന്തണ്ടെടുത്ത് അതിൽ വലിച്ചു കെട്ടി ചരടും വെച്ചിട്ടാണ് വിടുന്നത്. ഇത് വെച്ചിട്ടാണ് താൻ പാടുന്നത്. ഇങ്ങനെ പാട്ട് നൈപുണ്യത്തോടുകൂടെ പാടുന്ന ഒരു ശിഷ്യൻ മുക്കിനും മൂലയിലും നാൽക്കവലകളിൽ നിന്ന് പാടും. ആളുകൾ കോരിത്തരിക്കും. പോകരുതെന്ന് നിർബന്ധിക്കും, പക്ഷേ അദ്ദേഹം പോകും. ഇങ്ങനെ പാടി 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 രാജകൊട്ടാരത്തിൻ്റെ വാതിക്കൽ വന്നു. അവനവിടെ പാടുവാൻ തുടങ്ങി. കാവൽ നിൽക്കുന്ന പാറാവുകാർ ഉറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ രാജാവ് അതുവിടെ പുറത്തേക്ക് വരികയാണ്. കുതിരപ്പുറത്ത് ഉറങ്ങി ചാരി നിൽക്കുന്ന പാറാവുകാരെ കണ്ടു. അപ്പുറത്തോട്ട് മാറിയപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ കീറി മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് ഈ സംഗീതോപകരണത്തിൽ വിരലുകൾ ഓടിച്ച് താളമേളങ്ങളോടും ലയങ്ങളോടും കൂടെ പാടുന്ന യൗവനക്കാരനെ കണ്ടു. രാജാവ് വന്നെന്നോ കുതിരയുടെ കുളമ്പടി കേട്ടിട്ടോ ഇവൻ കണ്ണു തുറക്കുകയോ നോക്കുകയോ ചെയ്ത് പാടുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ രാജാവ് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. അവിടെ ചാരുവാൻ തക്ക ചുവരില്ല. രാജാവ് അറിയാതെ നിലത്തിരുന്നു പോയി. അവൻ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. കുറച്ചേറെ കഴിഞ്ഞപ്പോൾ രാജാവിനെന്തോ സംഭവിച്ചു എന്ന് തോന്നി. കുതിര ഒരു പ്രത്യേക ശബ്ദത്തിൽ കരഞ്ഞു. രാജാവ് ഞെട്ടി ഉണർന്നു. അപ്പോഴും പാറാവുകാർ ഉറങ്ങുന്നു. അപ്പോഴും ഇവൻ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഇവൻ്റെ അടുക്കൽ രാജാവ് ചെന്നു തോളിൽ തട്ടി പാട്ട് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വാ, കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇല്ല, ഞാൻ വരികയില്ല. ഞാൻ കൊട്ടാരത്തിൽ പോകുമെന്നവനല്ല. ഞാൻ കോട്ടവാതിക്കൽ നിന്ന് പാടുവാനും വന്നവനല്ല. രാജാവ് നിർബന്ധിച്ച് അവസാനം അവനെ കൊണ്ടുപോയി. തൻ്റെ സംഗീത സദസ്സിലെ വിദ്വാൻമാരെ മുഴുവൻ വിളിച്ചു യവനക്കാരനോട് പാടുവാൻ പറഞ്ഞു. അവൻ പാടി. കുറച്ചു കഴിഞ്ഞ് രാജാവ് വീണ്ടും അവിടെ നിന്ന് ഉറക്കമിട്ട് എഴുന്നേറ്റു. ഇവൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഒരു നിമിഷം നിർത്തണം, നിന്റെ ഗുരു ആരാണെന്ന് പറയണം. ഇവൻ കരയുവാൻ തുടങ്ങി. രാജാവ് കൂടിയിരിക്കുന്നവർ അത്ഭുതപ്പെട്ടു. എന്താണ് കരയുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, എന്നോട് ആ ചോദ്യം ചോദിക്കരുത്. ഇല്ല, നിർബന്ധമായി നീ നിന്റെ രാജാവിൻ്റെ പേര് പറയണം. ഇല്ല, ഞാൻ പറയുകയില്ല രാജാവേ, നീ അത് പറയണം. രാജാവ് കരയുവാൻ തുടങ്ങി. എന്താ രാജാവ് കരയെന്ന് ചോദിച്ചു. നിന്റെ ഗുരുവിൻ്റെ പേര് കേൾക്കുവാൻ എനിക്ക് ജിജ്ഞാസയാണ്. എന്താ രാജാവേ അങ്ങനെ എൻ്റെ ഗുരുവിൻ്റെ പേര് കേൾക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം? അല്ല, സംഗീത സദസ്സിനെ കരയിച്ച് ഉറക്കിച്ച് കളഞ്ഞ നിന്റെ പാട്ട് ഇത്രയും നന്നാകുന്നുവെങ്കിൽ നിന്റെ ഗുരുവിൻ്റെ പാട്ട് എത്രയോ നന്നായിരിക്കും. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുവാനും അനുമോദിക്കുവാനുമാണ്. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരെ, ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ അവസാനമായി ഞാൻ പറയട്ടെ, നമ്മളെ ഈ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ച് ഈ രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ഒരു ശുശ്രൂഷകനാക്കിയ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിന് ദോഷം വരുത്തുന്ന, അവൻ്റെ പരിശുദ്ധ നാമത്തിന് ദോഷം വരുത്തുന്ന ഒരു കാര്യവും പറഞ്ഞ് നിങ്ങൾ ശുശ്രൂഷകൾക്ക് കോട്ടം വരുത്തരുത്. നീ ആരിൽ നിന്ന് പഠിച്ചു എന്ന് ഓർക്കണം. ഇതാണ് പൗലോസിൻ്റെ ഈ പദപ്രയോഗത്തിൻ്റെ പിന്നിൽ ഉള്ള വിഷയം. നമ്മളായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായിട്ടാണ്. ആയിരിക്കുന്ന ഇടത്ത് കർത്താവിൻ്റെ സ്ഥാനാപതി എന്ന ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം നമുക്ക് യോഗ്യത തന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ, ഒരിക്കൽ കൂടെ ഈ ദൈവവചന ശുശ്രൂഷയുടെ മുൻപിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.